എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കാണാം പഠിക്കാം വളരാം. ഞാൻ സജീവ് വി കെ, ടെക്നിക്കൽ ഓഫീസർ IKM പാലക്കാട് ജില്ല. എങ്ങനെയാണ് ഒരു കൂട്ടം സംഖ്യകൾ പെട്ടെന്ന് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു കൂട്ടം സംഖ്യകളിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യ, മിനിമം സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ മാക്സിമം സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം, ആവറേജ് എങ്ങനെ കാണാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ പോകുന്നത്. ഈ ടേബിൾ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? അതിൽ വാല്യൂ 1 എന്ന കോളത്തിൽ കുറെ സംഖ്യകളുണ്ട്, വാല്യൂ 2 എന്ന കോളത്തിൽ കുറെ സംഖ്യകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. ഈ റിസൾട്ട് എന്ന കോളത്തിൽ എനിക്ക് വാല്യൂ 1ന്റെയും 2ന്റെയും അഡീഷൻ ആയിട്ടുള്ള സംഖ്യ വേണം. വാല്യൂ 1ഉം 2ഉം ആഡ് ചെയ്ത് ലഭിക്കുന്ന സംഖ്യ റിസൾട്ട് എന്ന കോളത്തിൽ വേണം. അതുപോലെ തന്നെ സെക്കൻഡിനുള്ളിൽ ഈ എല്ലാ സംഖ്യകളുടെയും അഡീഷന്റെ റിസൾട്ട് ഈ റിസൾട്ട് എന്ന കോളത്തിൽ വേണം. എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. റിസൾട്ട് വേണ്ട സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഈക്വൽ ടു അമർത്തുക. ശേഷം വാല്യൂ 1 സെലക്ട് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വാല്യൂ 2 സെലക്ട് ചെയ്യുക, എന്റർ പ്രസ് ചെയ്യുക. നോക്കൂ, 5ഉം 2ഉം കൂട്ടി 7 നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി താഴെയുള്ള മുഴുവൻ സംഖ്യകളുടെ റിസൾട്ട് ലഭിക്കാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ഒന്ന് ഇത്തരത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് റിസൾട്ട് ലഭ്യമാകും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ആ റിസൾട്ട് ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കായി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. റിസൾട്ട് വേണ്ട സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു എന്നമർത്തുന്നു, വാല്യൂ 1 സെലക്ട് ചെയ്യുന്നു, മൈനസ് വാല്യൂ 2 സെലക്ട് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. 5ൽ നിന്നും 2 പോയി 3 എനിക്ക് ആൻസർ കിട്ടി. ഇനി എനിക്ക് ഈ താഴെയുള്ള മുഴുവൻ വാല്യൂസിന്റെയും റിസൾട്ട് പെട്ടെന്ന് വേണം. അതിന് എന്ത് ചെയ്യണം? മൗസ് ആ റിസൾട്ട് വന്ന സെല്ലിന്റെ വലത് ഭാഗത്ത് അറ്റത്തായി കൊണ്ടുവച്ചാൽ ഇത്തരത്തിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ബാക്കിയുള്ള വാല്യൂസിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായി അവിടെ വന്നോളും. ചില ആളുകൾ ഡ്രാഗ് ചെയ്തിടാറുണ്ട്. ഡ്രാഗ് ചെയ്യുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആയ പ്രോസസ്സാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്ത് നോക്കാം. റിസൾട്ട് വേണ്ട സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു ബട്ടൺ പ്രസ് ചെയ്യുന്നു, വാല്യൂ 1 സെലക്ട് ചെയ്യുന്നു, ഇൻറ്റു വാല്യൂ 2 സെലക്ട് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. ശേഷം ആ റിസൾട്ട് വന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ പ്ലസ് ബട്ടൺ വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, റിസൾട്ട് ഓട്ടോമാറ്റിക്കായി എല്ലാ സെല്ലിലും വരുന്നു. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഈക്വൽ ടു വാല്യൂ 1 ഡിവൈഡഡ് ബൈ വാല്യൂ 2, എന്റർ കീ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ പ്രോസസ്സ് ആവർത്തിക്കുന്നു. വളരെ സിമ്പിൾ ആയി ഇത്തരത്തിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇത്രയും സംഖ്യകളിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യ സെലക്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഏത് സെല്ലിലാണോ റിസൾട്ട് വേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു, MIN എന്ന് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏത് വാല്യൂസിൽ നിന്നാണോ നമുക്ക് റിസൾട്ട് വേണ്ടത് ആ വാല്യൂ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. 0 ആണ് ഇതിലുള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യ. ഇനി ഞാനൊരു വാല്യൂ മാറ്റി -12 എന്ന് കൊണ്ടു. നോക്കൂ, മിനിമം എന്നവിടെ 0 മാറി -12 ആയി. ഓക്കെ അല്ലേ? ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയി നമുക്ക് മിനിമം, ഏറ്റവും ചെറിയ സംഖ്യ ഒരു കൂട്ടം സംഖ്യകളിൽ നിന്നും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. ഒരു കൂട്ടം വാല്യൂസിൽ നിന്നും ഏറ്റവും വലിയ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായി റിസൾട്ട് വേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു എന്ന് പ്രസ് ചെയ്യുന്നു, MAX എന്ന് പ്രസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഏത് വാല്യൂസിൽ നിന്നാണോ വലിയ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആ വാല്യൂ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. നോക്കൂ, 480 ആണ് ഈ കാണുന്ന വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ. ഇനി നമുക്ക് ഒരു 1000 അടിക്കാം. നോക്കൂ, ആ മാക്സിമം വാല്യൂ ചേഞ്ച് ആയി. വളരെ സിമ്പിൾ അല്ലേ? ഇനി ആവറേജ് കണ്ടുപിടിക്കാം.
റിസൾട്ട് വേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു ആവറേജ് എന്ന് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ആയി വരുന്നു. ഏത് വാല്യൂസിന്റെ ആവറേജ് ആണോ കാണേണ്ടത് ആ വാല്യൂസ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത്തരത്തിൽ മിനിമം മാക്സിമം ആവറേജ് എക്സലിൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എക്സലിൽ എങ്ങനെ വളരെ വേഗത്തിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ തന്നെ മിനിമം, മാക്സിമം, ആവറേജ് എന്നീ കാര്യങ്ങൾ ചെയ്യുക എന്ന് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയി രേഖപ്പെടുത്തുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.